നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇലക്ഷൻ എക്സ്പ്രസിലേക്ക് വീണ്ടും സ്വാഗതം. കേരള നിയമസഭാ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ നടത്തുന്നൊരു അവലോകനമാണ് ഈ ഒരു പരിപാടി. ഏവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുകയാണ്. എന്നോടൊപ്പം പ്രിയപ്പെട്ട ജോയലും ഉണ്ട്. ജോയൽ, നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത് അല്ലേ? കഴിഞ്ഞ 3 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ 4 മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മലബാറിൽ തന്നെ ആരംഭിക്കാം. മലബാർ എന്ന് പറയുമ്പോൾ എൻ്റെ മണ്ഡലം, ഞാനൊക്കെ താമസിക്കുന്ന മണ്ഡലം ഒന്ന് മട്ടന്നൂർ മണ്ഡലത്തെ പറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കാം. ശൈലജ ടീച്ചറുടെ മണ്ഡലമാണ്. ശൈലജ ടീച്ചറിന് മുമ്പ് ഇ പി ജയരാജൻ മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായിട്ടുള്ള മണ്ഡലമാണ് മട്ടന്നൂർ എന്ന് പറയുന്നത്. ഈ മട്ടന്നൂർ മണ്ഡലമാണ് കഴിഞ്ഞ തവണ എന്നല്ല, കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു നേതാവിന് കൊടുത്ത ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു 60,000 വോട്ട്. അത് ഒരിക്കലും ഒരു നേതാവിനും സ്വപ്നം കാണാൻ കഴിയാത്ത വൻ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ ശൈലജ ടീച്ചറിന് കിട്ടിയ 60,000 വോട്ട് എന്ന് പറയുന്നത്. അപ്പം എത്രത്തോളം എൽ ഡി എഫിൻ്റെ ബേസിനേക്കാളും ഉപരിയായി CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എന്തുമാത്രം ബഹുജന അടിത്തറ ഇപ്പോഴുമുള്ള നിയോജക മണ്ഡലമാണ് മട്ടന്നൂർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മട്ടന്നൂരിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു ചുവന്ന കോട്ട തന്നെയാണ് മട്ടന്നൂർ എന്ന് നമുക്ക് പറയാം. ഒരുപാട് പാർട്ടി ഗ്രാമങ്ങളും പാർട്ടിയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുമുള്ള സ്ഥലമാണ് മട്ടന്നൂർ എന്ന് പറയുന്നത്. കോവിഡിൻ്റെ കാലത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു ആരോഗ്യമന്ത്രിയായിരുന്നു KK ശൈലജ എന്ന് പറയുന്നത്. കോവിഡ് മാത്രമല്ല, നിപ്പയുടെ സമയത്തുമെല്ലാം അവർ നടത്തിയ പ്രവർത്തനം കേരള ജനസമൂഹത്തിൽ വളരെയധികം സ്വീകാര്യത പിടിച്ചു പറ്റാൻ സാധിച്ചു. ടീച്ചറമ്മ എന്നുള്ള വിളിയും അതിൽ എല്ലാം തന്നെ ആ മണ്ഡലത്തിൽ മാത്രമല്ല, കഴിഞ്ഞ തവണ നമുക്ക് വേണമെങ്കിൽ പറയാം, കേരളത്തിൽ എവിടെ മത്സരിച്ചാലും വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അത് KK ശൈലജ ടീച്ചർ ആയിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണ നടന്നത്. പൊതുവെ LDFന് സ്വാധീനമുള്ള LDF ആരെ നിർത്തിയാലും വിജയിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് മട്ടന്നൂർ എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ ശൈലജ ടീച്ചർക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെ, അതായത് പിണറായി വിജയൻ സർക്കാരിനൊപ്പം തന്നെ സർക്കാരിലെ ഏറ്റവും മികച്ച മന്ത്രി എന്ന നിലയിൽ ശൈലജ ടീച്ചറിന് അനുകൂലമായ വലിയൊരു വേവ് ആ മണ്ഡലത്തിൽ ഉടനീളം, കണ്ണൂരുടനീളം നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കേരളത്തിലുടനീളം നമുക്ക് പറയാൻ സാധിക്കും. ചിലപ്പം അതിൻ്റെ കൂടെ തന്നെ മട്ടന്നൂർ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ശൈലജ ടീച്ചർ ആ ഒരു തരംഗത്തിൽ മത്സരിക്കുമ്പോൾ, ആ ഒരു ഇമേജിൽ മത്സരിക്കുമ്പോൾ അവാർഡുകളെല്ലാം വാങ്ങിക്കൂട്ടി. അതുമാത്രമല്ല, കോവിഡ് പ്രതിരോധം എന്നത് കേരളം ഒരു മാതൃകയാക്കേണ്ട മറ്റ് സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കണം എന്ന ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ശൈലജ ടീച്ചർ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അതും ആ ഭൂരിപക്ഷത്തെ വളരെ കൃത്യമായി തന്നെ സ്വാധീനിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത്തവണ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പേര് നമുക്ക് പൂർണ്ണമായി പറയാൻ സാധിക്കില്ല. നമ്മുടെ കേരള ചരിത്രത്തിൽ തന്നെ ഒരു മുനിസിപ്പാലിറ്റിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ ചരിത്രം അതാണ്. അപ്പം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും LDFന് വളരെയധികം ബേസ് ഉള്ള, പിന്നെ കോൺഗ്രസ് ആരെയായിരിക്കും അല്ലെങ്കിൽ UDF മുന്നണി ആരെയായിരിക്കും സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നനുസരിച്ച് ഒരുപക്ഷെ ചിലപ്പോൾ ഭൂരിപക്ഷം കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും UDFന്റെ ശ്രമം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ശൈലജ ടീച്ചറിനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് കരുതാം അല്ലേ? അത് പറയാൻ പറ്റില്ല. ചിലപ്പം ഒരുപക്ഷെ വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ, അതായത് ആര് നിന്നാലും വിജയിക്കുമെന്ന് LDFന് അത്ര ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ 2 ടേം വ്യവസ്ഥ നടപ്പിലാക്കുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ കേൾക്കുന്ന പേരുകളെല്ലാം തന്നെയും ഈ വലിയ ഷുവർട്ടി ഇല്ലാത്ത കുറേ മണ്ഡലങ്ങളിലാണ് ഈ 2 ടേം വ്യവസ്ഥ പൊക്കോട്ടെ, കാര്യമില്ല എന്ന് LDF അങ്ങനെ ഒരു തീരുമാനത്തിലാണ് നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉള്ള കേട്ടറിവ്. എന്തായാലും ഈ മട്ടന്നൂർ മണ്ഡലത്തെ പറ്റി നമുക്ക് പൊതുവെ പറയാൻ പറ്റുന്ന ഒരു LDFന്റെ ഒരു സുരക്ഷിത മണ്ഡലം എന്ന രീതിയിൽ പറയാൻ സാധിക്കും. അടുത്ത ഒരു മണ്ഡലം എന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ബാലുശ്ശേരി കഴിഞ്ഞ തവണ നല്ല രസമായിരുന്നു. കാരണം ധർമ്മജൻ ബോൾഗാട്ടിയൊക്കെ സ്ഥാനാർത്ഥിയായി വന്നൊരു മണ്ഡലമായിരുന്നു. അവിടെയാണ് സച്ചിൻ ദേവ് ജയിച്ച് കയറിയത്. അതിനെപ്പറ്റി ഒന്ന് പറയും. ബാലുശ്ശേരി മണ്ഡലം എന്ന് പറയുന്നത് പൊതുവെ ഇടതു സ്വഭാവം കൂടുതലുള്ള ഒരു മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മനോരമയിൽ വന്നിരിക്കുന്ന ആ ഒരു എത്ര വോട്ടുകൾക്കാണ് ഏത് പാർട്ടിയാണ് മുന്നിട്ട് നിൽക്കുന്നതിനകത്ത് ബാലുശ്ശേരിയുടെ വിധി വന്നിരിക്കുന്ന 12,000 വോട്ടുകൾക്ക് UDF മുന്നിട്ട് നിൽക്കുന്നു എന്നാണ്. വളരെ വ്യക്തമായി നമുക്ക് ഇതിൽ നിന്ന് പറയാൻ സാധിക്കും, ന്യൂനപക്ഷ സ്വാധീനം വളരെയധികം ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുന്ന മണ്ഡലമാണ് കോഴിക്കോട് ജില്ല. പൊതുവെ ഈ ന്യൂനപക്ഷ ഏകീകരണം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ന്യൂനപക്ഷ ഏകീകരണം കോഴിക്കോട് ജില്ലയിൽ പൊതുവെ UDFന് അനുകൂലമായി ഉണ്ടാകും. ഈ അനുകൂലത്തിൻ്റെ ഭാഗമായി കൂടെ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ബാലുശ്ശേരി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല ബാലുശ്ശേരിയിലെ ഇത്തവണത്തെ സാഹചര്യം എന്ന് പറയുന്നത്. വളരെ ടൈറ്റായിട്ടൊരു മത്സരം നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നടക്കുന്ന ഒരു മണ്ഡലം തന്നെയായിരിക്കും ബാലുശ്ശേരി എന്ന് പറയുന്നത്. എന്തായാലും ബാലുശ്ശേരിയിൽ നിന്നുള്ള ഒരാൾ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥിയാവാൻ സാധ്യത, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് നിന്നുള്ള ആളായിരിക്കും. UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞു
നിൽക്കുന്ന പേര് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള സൂരജിന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് ആ നിയോജക മണ്ഡലത്തിൽ. അപ്പം വളരെ ടഫായിട്ടൊരു ഫൈറ്റ് നടക്കുന്ന മണ്ഡലം തന്നെയാണ്. നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ ഡീലിമിറ്റേഷന്റെ സമയത്ത് ഈ പല മണ്ഡലങ്ങളും ഇപ്പം എൽ ഡി എഫ് പൊതുവെ ഒരു 45 മണ്ഡലങ്ങളെങ്കിലും അവരുടെ ഷുവർ ഡിപ്പോസിറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു എന്നവർ പറയും. പക്ഷേ അതിൽ നമ്മൾ കാണാതെ പോയ പല കാര്യങ്ങളുണ്ട്. ഈ പല പഞ്ചായത്തുകളും ഒരു അനുകൂലമാക്കാൻ നോക്കുമ്പോൾ ഈ ചില പേരുകളുടെ പുറത്ത് ഇപ്പോഴും LDF പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ CPM പിടിച്ചിരിക്കുന്ന കുറേ മണ്ഡലങ്ങളുണ്ടെന്ന് നമുക്ക് പറയാം. അതിലൊരു മണ്ഡലമാണ് ബാലുശ്ശേരി എന്ന് പറയുന്നത്. ഈ ഡിലിമിറ്റേഷന് ശേഷം പ്രത്യേകിച്ച് ഇതൊരു സംവരണ മണ്ഡലം കൂടെ ആയതിനു ശേഷം UDF പൊതുവെ അത് LDFന്റെ മണ്ഡലം, അവരത് ജയിച്ചോളും എന്നുള്ള രീതിയിലാണ് ഇവർ വിചാരിക്കുന്നത്. ഈ മണ്ഡല പുനർനിർമ്മാണത്തിന് ശേഷം പഞ്ചായത്തുകളിലുണ്ടായ മാറ്റവും ഈ പഞ്ചായത്തുകളിൽ UDFന് ഇത്ര വോട്ടുകൾ ഉണ്ടെന്നുള്ള കാര്യവും അവർ മനസ്സിലാക്കിയെന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ VD സതീശൻ ഒരു കോൺഗ്രസിൻ്റെ UDFന്റെ ചെയർമാനായി വന്നതിന് ശേഷം അദ്ദേഹം നല്ലൊരു ഇലക്ട്രൽ മാനേജറാണ്. അദ്ദേഹമാണ് വ്യക്തമായിട്ട് ഓരോ മണ്ഡലങ്ങളിലും എങ്ങനെയാണ് ഈ മണ്ഡലങ്ങൾ ഡീലിമിറ്റേഷന് ശേഷം നമുക്ക് ഇന്ന കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, ഇന്ന മണ്ഡലങ്ങൾ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന മണ്ഡലങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് അന്ന് വ്യക്തമായി മനസ്സിലാക്കിയത് VD സതീശൻ വന്നതിന് ശേഷമാണ്. അപ്പം അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കാം ഈ ബാലുശ്ശേരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തവണ ബാലുശ്ശേരിയിലെ വിജയ് ആരാന്ന് നമുക്ക് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള മുമ്പത്തെ പോലെയല്ല. മുസ്ലിം ലീഗിന്റെ സ്വാധീനം നമ്മൾ എടുത്തു പറയണം. മുസ്ലിം ലീഗ് എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിൽ തന്നെ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നും കൂടി ആയിരിക്കും ബാലുശ്ശേരി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ജോയലിന്റെ സ്ഥലത്തേക്ക് എത്തുകയാണ് തിരുവല്ല. അതിനെ പറ്റി ഒന്ന് പറയും. തിരുവല്ല വർഷങ്ങളായി JDSന്റെ മാത്യു ടി തോമസ് MLA ഭരിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് തിരുവല്ല എന്ന് പറയുന്നത്. തിരുവല്ല ഈ മാത്യു ടി തോമസ് കാലഘട്ടത്തിന് മുമ്പ് മാമൻ മത്തായി, അതായത് കേരള കോൺഗ്രസ് എമ്മിന് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വളരെയധികം സ്വാധീനമുണ്ടായിരുന്ന ഒരു നിയോജക മണ്ഡലമായിരുന്നു തിരുവല്ല എന്ന് പറയുന്നത്. പ്രവാസികളുടെ ഏറ്റവും അധികം വോട്ട് എനിക്ക് തോന്നുന്നു അവിടെയാണുള്ളത്. അതെ, പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം കൂടിയാണ് തിരുവല്ല എന്ന് പറയുന്നത്. തിരുവല്ല പൊതുവെ നമുക്ക് വേണമെങ്കിൽ UDF മണ്ഡലം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഈ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും തിരുവല്ല കൂടെ നിൽക്കുന്നത് UDFന്റെ കൂടെയാണ്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിധിയിൽ ഒരു 11,000 വോട്ടിന് UDF മുന്നിൽ നിന്നിരുന്നു. പക്ഷേ നമ്മൾ നോക്കിക്കണ്ട് എപ്പോഴും മാത്യു ടി തോമസിന്റെ ഒരു പ്രതിച്ഛായ എപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ പലപ്പോഴും ഒരു സ്വാധീന ഘടകമായിട്ടുണ്ട്. ഇപ്പൊ തിരുവല്ലയുടെ ഒരു ചരിത്രത്തിൽ ഈ സീറ്റ് സാധാരണ കൊടുക്കുന്നത് കേരള കോൺഗ്രസിനാണ്. UDFന്റെ ഭാഗത്ത് സംഭവിച്ചത് ഈ 2006 ഇലക്ഷനിൽ അവിടെ സംഭവിച്ചത് അത് മാമമ്മത്തെ മരിച്ചതിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് വന്നു. ഉപതെരഞ്ഞെടുപ്പിൽ എലിസബത്ത് മാമമ്മത്തായി അന്ന് ആ ഒരു ഇലക്ഷന്റെ പ്രാധാന്യം നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ UDF ആകെ മൊത്തം തകർന്ന 2004 അതായത് മുരളീധരൻ പോലും തോറ്റ ആ ഇലക്ഷന്റെ കാലഘട്ടത്തിലാണ് ഈ തിരുവല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് UDF അമ്പെ പരാജയപ്പെട്ടു, എല്ലായിടത്തും പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ആ ഉപതെരഞ്ഞെടുപ്പിൽ UDFനൊരു പച്ചത്തുരുത്തായത് ശരിക്കും പറഞ്ഞാൽ ഈ തിരുവല്ല നിയോജക മണ്ഡലമായിരുന്നു. പക്ഷെ അതിനുശേഷം 2006 സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടർ ടി തോമസ് എന്നൊരു സ്ഥാനാർത്ഥിയാണ് UDF നിർത്തിയത്. അപ്പോൾ UDFന് അന്ന് ബദലായി സാമീപ്പൻ എന്ന ഇന്നത്തെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പ്രബലനായ നേതാവ്, അന്നും അദ്ദേഹം പ്രബലനായിട്ടൊരു നേതാവായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്. അദ്ദേഹം വളരെ വലിയ ഒരു വോട്ട് 2006 തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ VS തരംഗം ആനടിച്ച തെരഞ്ഞെടുപ്പും കൂടിയായിരുന്നു. അതിൻ്റെ കൂടെ റിബലായി സാമീപ്പൻ കൂടെ കാൻഡിഡേറ്റായി വന്നു കഴിഞ്ഞപ്പം വലിയൊരു ശതമാനം വോട്ട് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. പിന്നെ 2016 വരുമ്പോൾ 2011 വരുമ്പോൾ ഡീലിമിറ്റേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു. ആ സമയത്ത് തിരുവല്ല നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ തിരുവല്ല നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പഴയ കല്ലുപ്പാറ നിയോജക മണ്ഡലം, ആ കല്ലുപ്പാറ നിയോജക മണ്ഡലം ടോട്ടലി പോയി. ആ കല്ലുപ്പാറ നിയോജക മണ്ഡലം ഒരു വലിയ വിഭാഗം ആ നിയോജക മണ്ഡലത്തിന്റെ വലിയൊരു വിഭാഗം തിരുവല്ലയുടെ കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഒരു ചെറിയ ഭാഗം റാന്നിയിലേക്ക് കൂടിച്ചേർപ്പെടുകയുണ്ടായി. അപ്പം സ്വാഭാവികമായും ഒരു വലിയ മണ്ഡലമായിട്ട് മാറി. അപ്പോൾ അവിടെ ജോസഫ് പുതുശ്ശേരി ആയിരുന്നു കല്ലുപ്പാറയിൽ വർഷങ്ങളായി MLA ആയി വിജയിച്ചുകൊണ്ടിരുന്നത്. അപ്പം ജോസഫ് പുതുശ്ശേരിക്ക് ഒരു ക്ലെയിം വെച്ചു, ജോസഫ് പുതുശ്ശേരിക്ക് ഈ സീറ്റ് വേണം. അതേസമയം കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റ വിക്ടർ ടി തോമസും അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും പാരവെപ്പ് നടന്നു. വിക്ടർ ടി തോമസ് നൈസായിട്ട് തോറ്റു 2011. അതിനുശേഷം 2016 വന്നപ്പോൾ ജോസഫ് പുതുശ്ശേരിക്ക് മണിസാർ സീറ്റ് കൊടുത്തു. അപ്പോൾ വിക്ടർ ടി തോമസിന്റെ ഭാഗത്തു നിന്നുള്ളവർ ഇങ്ങോട്ട് പാരയും വെച്ചു. അപ്പം വളരെ രസകരമായുള്ളൊരു പൊളിറ്റിക്കൽ ഇത് നടക്കുന്ന സ്ഥലമാണ്. ആ സമയത്ത് തന്നെയാണ് PJ കുര്യന്റെ ഒരു സ്വാധീനം വരുന്നത്. PJ കുര്യൻ രാജ്യസഭ MP ഒക്കെ ആയി
മാറി തിരിച്ച് അദ്ദേഹം നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പലരും പറയുന്നു അദ്ദേഹത്തിന് തിരുവല്ല സീറ്റ് നോട്ടം, പക്ഷേ ഒരിക്കലും അദ്ദേഹം തിരുവല്ല സീറ്റ് നോട്ടം വെക്കില്ല. പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കണമെന്ന് അദ്ദേഹത്തിന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പം 2016 ഇവരുടെ കാലുവാരിലും അതിൻ്റെ കൂടെ കോൺഗ്രസിൻ്റെ ഒരു ചെറിയ എതിർപ്പ് ഉണ്ടായി. പിന്നെ ആ സമയത്തും ഒരു LDF തരംഗമായിരുന്നു. അതിനുശേഷം വന്നത് കഴിഞ്ഞ തവണത്തെ 2021 ഇലക്ഷനാണ്. അപ്പോൾ കേരള കോൺഗ്രസ് LDFിലേക്ക് പോയി. ഇപ്പം ജനതാദൾ JDSന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മാത്യു ടി തോമസ് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ, സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിന് അവരൊരു ക്ലെയിം വെക്കാതെ അവർ നേരെ റാന്നിയിലേക്ക് പോവുകയും അതേസമയം കേരള കോൺഗ്രസ് ജോസഫിന് തന്നെ ഈ സീറ്റ് UDF പിന്നെയും കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പാലവെക്കാൻ കുറേ അധികം പേര് വന്നു. ജോസഫ് പുതുശ്ശേരി അവിടെയുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച് കുഞ്ഞുകോശി പോളായിരുന്നു. പിന്നെ കുഞ്ഞുകോശി പോള് അദ്ദേഹം മല്ലപ്പള്ളി, അതായത് പഴയ കല്ലുപ്പാറയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ അദ്ദേഹത്തിന് നല്ല സ്വാധീനം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ നേരിട്ട് കണ്ടത് വോട്ട് ചെയ്ത ഒരാളാണ്. ആ ഒരു ഏരിയയിൽ അദ്ദേഹത്തിന് നല്ല ഒരു ഇതുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ, ഈ തിരുവല്ല ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അധികം ആരും പരിചയമില്ല. അദ്ദേഹത്തിനെ ഇവിടെ പരിചയപ്പെടുത്താൻ തന്നെ ഒരുപാട് സമയം UDFകാർക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ BJP എനിക്ക് തോന്നുന്നു 2016 തെരഞ്ഞെടുപ്പിൽ BDJS അവിടെ മത്സരിച്ച സമയത്ത് അക്രിമൻ കാളിദാസ് ഭട്ടതിരിപ്പാടാന്ന് തോന്നുന്നു മത്സരിച്ചത്. അപ്പം അദ്ദേഹം മത്സരിച്ച സമയത്ത് വലിയൊരു വോട്ട് ഷെയർ BJPക്ക് അവിടെ കിട്ടുകയുണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു വോട്ട് ബേസ് ഇപ്പോഴും BJPക്ക്, കെ സുരേന്ദ്രൻ ലോക്സഭയിൽ 2019 മത്സരിച്ചപ്പോഴും വലിയൊരു വോട്ട് ഷെയർ BJPക്ക് കൊടുത്തൊരു നിയോജക മണ്ഡലം തന്നെയാണ് തിരുവല്ല എന്ന് പറയുന്നത്. പിന്നെ 2021 ഇലക്ഷനിൽ വന്നപ്പം അവിടെയും പാര. പിന്നെ കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫും അതായത് കേരള കോൺഗ്രസ് ജോസഫ് മാത്രമായി കഴിഞ്ഞപ്പം കോൺഗ്രസ്സുകാർ ഒരുപാട് പ്രതീക്ഷിച്ചായിരുന്നു തിരുവല്ല നിയോജക മണ്ഡലം കോൺഗ്രസിന് കിട്ടുമെന്ന്. അപ്പം ആ ഒരു ഭിന്നതയും വളരെ രൂക്ഷമായി തന്നെ നിന്നുകൊണ്ടാണ് 11,000 വോട്ടിന് മുകളിലത്തെ ഭൂരിപക്ഷത്തിൽ മാത്യു ടി തോമസ് കഴിഞ്ഞ തവണ വിജയിച്ചത്. പിന്നെ ഒരു LDF തരംഗത്തിൻ്റെയും കൂടെ ഒരു സ്വാധീനമുണ്ട്. പക്ഷേ ഈ തവണത്തെ ഇലക്ഷനിലേക്ക് വരുമ്പോൾ ഇത് വളരെയധികം ത്രിശങ്കുവായിട്ടൊരു തിരഞ്ഞെടുപ്പാന്ന് പറയാൻ സാധിക്കും. കാരണം BJPയുടെ അനൂപ് ആന്റണി ആ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ തന്നെ അനൂപ് ആന്റണി അവിടെ മത്സരിക്കേണ്ടായിരുന്നു. അനൂപ് ആന്റണി BJPയുടെ ആ സമയത്ത് ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് അനൂപ് ആന്റണിക്ക് അമ്പലപ്പുഴയിൽ പോയി മത്സരിക്കേണ്ടി വന്നത്. ഇത്തവണ അനൂപ് ആന്റണി ആയിരിക്കും ആ മണ്ഡലം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ 5 വർഷം നിൽക്കുന്നുണ്ട്. അദ്ദേഹം തന്നെയായിരിക്കും മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ തിരുവല്ല നിയോജക മണ്ഡലത്തിൽ നെഗ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വോട്ട് ബേസ് ഉണ്ട് എന്ന് പലരും മനസ്സിലാക്കാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് മലങ്കര കത്തോലിക്ക കമ്മ്യൂണിറ്റി. ആ മലങ്കര കത്തോലിക്ക കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നയാളാണ് അനൂപ് ആന്റണി എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും വലിയൊരു ശതമാനം വോട്ടുകളെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ വരുമ്പോൾ ഈ ഇലക്ഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആകും. കാരണം ഈ വർഷങ്ങളായിട്ടുള്ള മാത്യു ടിക്ക് ഉള്ള പ്രതിച്ഛായ അവിടെ നിൽക്കുമ്പോഴും MLA അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. MLAയുടെ വികസന പ്രവർത്തനങ്ങൾക്കെതിരെ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ അദ്ദേഹം വലിയൊരു KSRTC സ്റ്റാൻഡൊക്കെ പണിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റായ ഒരു വിഷൻ എന്ന് പറയുന്ന തിരുവല്ല ബൈപ്പാസാണ്. എത്രയോ അപകടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തന്നെ സുഹൃത്ത് പോലും ആ ഒരു അപകടത്തിൽ ജീവൻ പൊലിയുണ്ടായ സാഹചര്യം പോലും ഈ തിരുവല്ല ബൈപ്പാസിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. വളരെ അശാസ്ത്രീയമായ ഒരു ബൈപ്പാസ് നിർമ്മാണമാണ്. അതിനെതിരെ തിരുവല്ലയിലെ ജനങ്ങൾക്ക് വളരെയധികം പ്രതിഷേധമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ റോഡുകളും കാര്യങ്ങളും എല്ലാം ആ ഒരു രീതിയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് MLAയുടെ പെർഫോമൻസ് കുറച്ച് ഡൗൺ ആയി പോയോ എന്ന് വളരെയധികം സംശയമുള്ള നിയോജക മണ്ഡലമാണ് തിരുവല്ല എന്ന് പറയുന്നത്. പിന്നെ ഇത്തവണ UDFന്റെ കാൻഡിഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് ഉറപ്പായിട്ടും ആ സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. കേരള കോൺഗ്രസ് ജോസഫ് തന്നെ ആയിരിക്കും മത്സരിക്കുന്നത്. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് ആണ് മത്സരിക്കുന്നതെങ്കിൽ വർഗീസ് മാമനായിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് വരാൻ കൂടുതൽ സാധ്യതയുള്ളത്. പക്ഷേ വർഗീസ് മാമനും ഉള്ളൊരു പ്രശ്നം കണ്ടിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരുവല്ല ഏരിയയിൽ അദ്ദേഹം അത്യാവശ്യം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം പോപ്പുലർ ആയിരിക്കും. തിരുവല്ല, അതായത് തിരുവല്ലയോട് ചേർന്ന് നിൽക്കുന്ന പഞ്ചായത്തുകളായാലും പെരിങ്ങര ഗ്രാമപഞ്ചായത്ത്, അങ്ങനെ പല പഞ്ചായത്തുകളിൽ പോലും അദ്ദേഹത്തിന് അറിയാവുന്നവരുണ്ടായിരിക്കും. പക്ഷേ മല്ലപ്പള്ളി ഏരിയ, അതായത് ഈ പഴയ കല്ലുപ്പാറ നിയോജകമണ്ഡലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആ ഒരു ഏരിയയിൽ അദ്ദേഹം എന്തുമാത്രം പോപ്പുലർ ആണ് എന്ന് നമുക്ക് അതൊരു സംശയമാണ്. പക്ഷെ അതേപോലെ തന്നെ മാത്യു ടി തോമസിന് പലപ്പോഴും ഉണ്ടായിട്ടൊരു അഡ്വാൻറ്റേജ് ഈ വർഗീസ് മാമനുണ്ട്. കാരണം മാത്യു ടി തോമസ് മർത്തോമ സഭയുടെ പ്രതിനിധി എന്നല്ല, മർത്തോമ സഭയുടെ ഭാഗമായിട്ടുള്ള ആളാണ്. പിന്നെ ഒരു പള്ളിയിലച്ഛൻ്റെ മകനാണ്. അതേപോലെ തന്നെയാണ് വർഗീസ് മാമൻ്റെ കേസും പറഞ്ഞു കഴിഞ്ഞാൽ വർഗീസ് മാമനും മർത്തോമ സഭയിലെ അംഗമാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവും ഒരു വൈദികനാണ്. അപ്പം
ഇത് ഈ തവണ തിരുവല്ലയിലെ ഇലക്ഷൻ വളരെ ടൈറ്റായിട്ടൊരു ഇലക്ഷൻ ആയിരിക്കും. പക്ഷേ BJP അനൂപ് ആന്റണി പിടിക്കുന്ന വോട്ടുകൾ, അതായത് എൻ്റെ ഒരു അറിവിൽ വെച്ച് ഈ മലങ്കര കത്തോലിക്ക വോട്ടുകൾ പൊതുവെ UDF അനുകൂലമായിട്ട് പോൾ ചെയ്യുന്ന വോട്ടുകളാണ്. പിന്നെ അതേസമയം ഇത്തവണ ആ വോട്ടുകൾ BJPയിലേക്ക് പോകുമോ? അതേസമയം മർത്തോമാ സഭയ്ക്ക് കാലങ്ങളായി മാത്യു തോമസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ അത് കുറച്ച് വർഗീസ് മാമനിലേക്ക് പോകുമോ? പിന്നെ ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും എങ്ങനെ ചിന്തിക്കുന്നു? വളരെ വലിയൊരു പെന്തക്കോസ സമുദായം കൂടിയുള്ള നിയോജക മണ്ഡലമാണ് ഈ തിരുവല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വോട്ടുകളുടെ ഷിഫ്റ്റ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് വരുന്നത്? പിന്നെ LDFനെതിരെയുള്ള തരംഗം അത് ഏത് രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്? ഇപ്പം LDFനെതിരെ ഒരു തരംഗം ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത് എന്നൊന്നും നമുക്കൊരു പിടിയും കിട്ടാത്തൊരു മണ്ഡലമാണ് തിരുവല്ല. തിരുവല്ല ടൈറ്റ് ആവുന്ന കാര്യം ഉറപ്പാണ്. അതായത് അനൂപ് ആന്റണി എന്നൊരു സാന്നിധ്യം തന്നെയാണ് തിരുവല്ല. അദ്ദേഹം വിജയിക്കാൻ സാധ്യത കുറവാണെങ്കിലും അദ്ദേഹം ഒരു ഫാക്ടർ തന്നെയായിരിക്കും ഈ ഇലക്ഷനിൽ നിന്ന് 100% നമുക്ക് പറയാൻ സാധിക്കും. സ്വന്തം നാടായതുകൊണ്ടായിരിക്കും ജോലി കുറേ കൂടി വിശാലമായി സംസാരിച്ചു. അടുത്തൊരു മണ്ഡലം, അവസാനത്തെ മണ്ഡലം കഴക്കൂട്ടം. അതായത് നമ്മുടെ IT ഹബ്ബ് എന്നൊക്കെ പറയാൻ പറ്റുന്ന, തിരുവനന്തപുരത്തെ ഒരു IT ഹബ്ബ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം. അവിടെ വളരെ ടൈറ്റ് ആവുന്ന ലക്ഷണമാണ് കാണുന്നത്, അല്ലേ? എന്താണ് പറയുന്നത്? കഴക്കൂട്ടം മണ്ഡലത്തെ പറ്റി ആദ്യം നമ്മൾ പറയുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ മണ്ഡലമാണ്. നടക്കുന്ന വിവാദങ്ങളും കാര്യങ്ങളും, ശബരിമല സ്വർണ്ണക്കൊളയും എല്ലാം നമുക്കറിയാലോ. ഈ മണ്ഡലത്തിൽ എന്തായാലും BJPയുടെ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ പഴയ കേന്ദ്രമന്ത്രിയായിട്ടുള്ള V മുരളീധരനായിരിക്കും. 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടേമിന് ശേഷം അദ്ദേഹം ഈ കഴക്കൂട്ടം മണ്ഡലത്തിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളും വീഡിയോകളും എല്ലാം നമ്മൾ കാണുമ്പോൾ എല്ലാ മരണ വീട്ടുകളിലും അദ്ദേഹമുണ്ട്, എല്ലാ കല്യാണ വീട്ടുകളിലും അദ്ദേഹമുണ്ട്. മീൻസ് ആ മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് V മുരളീധരൻ കഴിഞ്ഞ ഈ ഒരു ലോക്സഭാ ഇലക്ഷൻ്റെ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹം കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വാധീനമുണ്ട്. പിന്നെ കഴക്കൂട്ടം മണ്ഡലത്തിൽ ആദ്യം V മുരളീധരൻ, എനിക്ക് തോന്നുന്നു 2016 ഇലക്ഷൻ V മുരളീധരൻ മത്സരിച്ച സമയത്ത് അദ്ദേഹം 2ാം സ്ഥാനത്ത് നേടുകയും 5000 വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിലായിരുന്നു അന്ന് കടകംപള്ളി സുരേന്ദ്രൻ വിജയിക്കുകയും ചെയ്തു. അത് വ്യക്തമായ ഒരു ത്രികോണ മത്സരമായിരുന്നു. വർഷങ്ങളായി അവിടെ MLA ആയിട്ടിരുന്നുള്ള വാഹിദും മുരളീധരനും കടകംപള്ളി സുരേന്ദ്രനും. ഇപ്പോൾ ഇത്തവണത്തെ ഇലക്ഷനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രന് പാർട്ടി സീറ്റ് കൊടുക്കുന്നതൊരു സംശയമാണ്. കാരണം ഇത്രത്തോളം ആരോപണങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യമാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രന് സീറ്റ് ഒരു വശം കൊടുക്കുകയാണെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള വിവാദം, ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം വളരെ ശക്തമായി തന്നെ ഒരു പക്ഷേ പ്രചാരണ വിഷയമാവാൻ സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാനാണ് ഒരു പരിധി വരെയെങ്കിലും LDF നോക്കുന്നത്. ഇതിപ്പം കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം പേര് ഇതിൽ ഉൾപ്പെടുത്തുമെങ്കിലും പക്ഷേ ഇതിലൊരു കീ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകംപള്ളി മാത്രമല്ല, ഈ ശബരിമല കൊള്ളയിൽ ഇപ്പോഴും കീ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കോൺഗ്രസ്സുകാരെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടാവും. എന്നാലും ജയിലിൽ പോയി കിടക്കുന്നത് ഇപ്പോഴും LDF ആയിട്ട്, പ്രത്യേകിച്ച് CPM-ഉമായിട്ട് ബന്ധമുള്ള നേതാക്കളാണ്. പ്രത്യേകിച്ച് പഴയ MLA ആയിട്ടുള്ള പത്മകുമാറിനെ ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അത് ഒരു പ്രശ്നമായിട്ട് ഇപ്പോഴും ആ നിയോജകമണ്ഡലത്തിൽ പൊതുവെ കേരളത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അതിൻ്റെ കൂടെ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ UDF-ഓ അല്ലെങ്കിൽ മോസ്റ്റ് കണ്ടന്ററായിട്ടുള്ള BJP-യോ ഉറപ്പായും ഉപയോഗിക്കുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പിന്നെ കടകംപള്ളിക്ക് അവിടെ കുറേ പേഴ്സണൽ വോട്ടുകളുണ്ട്. കടകംപള്ളി പോക്കറ്റിലേക്ക് വെക്കുന്ന മണ്ഡലമാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ള നെഗറ്റീവുകൾ വരുന്ന ഒരു സാഹചര്യം, പിന്നെ അദ്ദേഹമല്ല അവിടെ സ്ഥാനാർത്ഥിയെങ്കിലും ഒരു പക്ഷേ LDFന് കുറച്ച് അധികം പിന്നോട്ടടിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. UDFന്റെ JS അഖിലിന്റെ പേര് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച SS ലാലിന്റെ പേരും വളരെ ശക്തമായി കേൾക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് കഴക്കൂട്ടം എന്ന് പറയുന്നത്. കഴക്കൂട്ടത്ത് ഈ തവണ ഈ നിയോജക മണ്ഡലത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്കെതിരെ, അതായത് ന്യൂനപക്ഷ വിഭാഗം വോട്ട് ചെയ്യും എന്നതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. പിന്നെ ഈ മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം പണ്ട് വാഹിദ് ജയിച്ചുകൊണ്ടിരുന്ന പഴയ കഴക്കൂട്ടം മണ്ഡലം അല്ല ഇന്നത്തെ കഴക്കൂട്ടം മണ്ഡലം എന്ന് പറയുന്നത്. പല മുസ്ലിം പോക്കറ്റുകളും ചെറിയ രീതിയിലെങ്കിലും കുറച്ച് അടർത്തി മാറിയിട്ടുള്ളൊരു മണ്ഡലമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്നാലും ന്യൂനപക്ഷ വിഭാഗം തന്നെയായിരിക്കും ആ മണ്ഡലത്തിൽ ഒരു ഡിസിസീവ് ഫാക്ടർ എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ V മുരളീധരൻ വിജയിച്ച് കയറാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. ജയിക്കുകയാണെങ്കിൽ ജയിക്കാൻ പറ്റുന്ന മണ്ഡലം, ജയിക്കുകയാണെങ്കിൽ ജയിക്കാൻ പറ്റും. കാരണം ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് V മുരളീധരൻ ആ മണ്ഡലത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മത്സരിച്ചു. LDFന് ഈ കടകംപള്ളി സുരേന്ദ്രനാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ആ ഓപ്ഷനെ അവർ ഇറക്കി കഴിഞ്ഞാൽ തന്നെ LDFന് എതിരെയുള്ള ഒരു ട്രെൻഡ് നിലനിൽക്കുന്ന സമയം, അതേപോലെ തന്നെ ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ നേരിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസും അത് എങ്ങനെയായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ
വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും സ്ഥാനാർത്ഥി, അതായത് ഒരു പക്ഷേ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൂടുതലായും വോട്ട് ചെയ്താൽ വിജയിക്കുമെന്ന് തോന്നുക എന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ മാത്രമേ UDF അവിടെ ഒരു വിജയസാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും വോട്ട് സ്പ്ലിറ്റ് ആവും. കാരണം എനിക്ക് തോന്നുന്നില്ല ഇത്തവണത്തെ ഇലക്ഷനിൽ LDF അനുകൂലമായിട്ട് ന്യൂനപക്ഷ വിഭാഗം, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം, അവരെന്തുമാത്രം വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു നല്ലൊരു മാർജിനെ ചില വിഷയങ്ങളുടെ കാരണം അകറ്റിയിട്ടുണ്ട്. അപ്പം അതൊരു വലിയ പ്രശ്നമാകും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ വരാം ലാസ്റ്റ് മൊമെൻറ്റിൽ BJP തോൽപ്പിക്കാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുമ്പം ഒരു വിഭാഗം വോട്ട് ചെയ്യാതൊക്കെ വരുമ്പോൾ വോട്ട് നല്ലതായിട്ട് സ്പ്ലിറ്റ് ആകും. അത് BJPക്ക് ഇപ്പോൾ ഉള്ള കോർ വോട്ടിനെ എഫക്റ്റും ചെയ്യില്ല. അതേസമയം കുറച്ച് കൂടുതൽ വോട്ടുകൾ ഈ നിയോജക മണ്ഡലത്തിൽ അവർ പിടിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വി മുരളീധരൻ വിജയിച്ച് കയറാനായിട്ട് സാധ്യതയുള്ള നിയോജക മണ്ഡലമാണ്. BJP വിജയിച്ച് കയറാൻ ഒരു പക്ഷേ സാധ്യതയുള്ള നിയോജക മണ്ഡലമാണ് കഴക്കൂട്ടം. 4 വ്യത്യസ്തകരമായ മണ്ഡലങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. വരുന്ന ദിവസങ്ങളിൽ നമുക്കിതിനെപ്പറ്റി കൂടുതലായി സംസാരിക്കാൻ പറ്റും. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത 4 മണ്ഡലങ്ങളെ പരിചയപ്പെടുത്താം അല്ലേ ജോലി? ഇന്ന് കുറച്ച് എല്ലാം നീണ്ടുപോയി. കാരണം നമുക്ക് വളരെ വ്യക്തമായി അറിയുന്ന 4 മണ്ഡലങ്ങൾ, 2 മണ്ഡലങ്ങളും ജോലി നന്നായി അറിയുന്ന മണ്ഡലങ്ങളാണ്. ഈ പരിപാടിയുമായി ഇവരുടെ, പ്രത്യേകിച്ച് നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്കൊപ്പം വേണം. മറ്റ് മണ്ഡലങ്ങളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിലും ഇലക്ഷൻ എക്സ്പ്രസ് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അല്ലേ? താങ്ക് യു.